ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു പോമ ഫ്രഷ്. മലയാളികളുടെ സദ്യ വിഭവങ്ങളിൽ സർവ്വസാധാരണമാണ് എരിശ്ശേരി. പലതരത്തിലുള്ള പച്ചക്കറികളും പയർവർഗ്ഗങ്ങളും കൊണ്ട് എരിശ്ശേരി തയ്യാറാക്കാവുന്നതാണ്. അവയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് മത്തങ്ങ പയർ എരിശ്ശേരിയും ചേന കായ എരിശ്ശേരിയും. അത്യാവശ്യം കട്ടിയോടുകൂടിയതും അവസാനം തേങ്ങ വറുത്തിടുന്നതുമായ എരിശ്ശേരിയെയാണ് വറുത്തെരിശ്ശേരി എന്നറിയപ്പെടുന്നത്. സദ്യക്ക് വിളമ്പുന്ന എരിശ്ശേരി ഇത്തരത്തിലുള്ളതാണ്. അപ്പോൾ സദ്യ സ്പെഷ്യൽ വറുത്തെരിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മത്തങ്ങ എരിശ്ശേരിക്കായി നല്ല കളറുള്ള മത്തങ്ങയാണെങ്കിൽ കറിക്ക് നല്ല കളർ തന്നെ കിട്ടുന്നതാണ്. ഒരു 300 ഗ്രാം മത്തങ്ങ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ തലേ ദിവസം കുതിരാനായിട്ട 1/2 കപ്പ് വൻപയറാണിത്. ഇതിനി കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ വേവാൻ ആവശ്യമായിട്ടുള്ള 2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം 2 വിസിലിൽ ഇതിനെ വേവിച്ചെടുക്കുക. ഇനി ഇതിന് വേണ്ട അരപ്പിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ ജീരകവും 1 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അല്പം വെള്ളത്തിൽ നല്ല തരിതരിപ്പായി അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ ഇത് അരച്ചെടുക്കുക, പേസ്റ്റ് പോലെ അരയരുത്. ഇനി കുക്കറിൻ്റെ ആവി പോയ ശേഷം വൻപയർ വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റുക. ഇനി ഈ പയർ വെന്ത വെള്ളത്തിൽ തന്നെ മത്തങ്ങയും ഇട്ട് ഇളക്കി ഒറ്റ വിസിലിൽ ഇതിനെ വേവിച്ചെടുക്കുക. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയ ശേഷം വേവിച്ച മത്തങ്ങയും അതിൻ്റെ വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റുക. അടുത്തതായി നമുക്ക് വറവിടാനായിട്ടുള്ള തേങ്ങയുടെ വറവൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായി ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോൾ 2ആക്കി കീറിയ 4 വറ്റൽമുളകും 3 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു വലിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും അതിൻ്റെ ഒപ്പം തന്നെ ചേർക്കുക. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകും വരെ കൈയെടുക്കാതെ തന്നെ ഇതിനെ ഇളക്കി കൊടുക്കുക. പാകമായ ശേഷം ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഒരു മൺചട്ടി ചൂടായി വരുമ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള മത്തങ്ങ ഇതിലേക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകരുത്, ഒന്ന് ജസ്റ്റ് ഉടഞ്ഞാൽ മാത്രം മതി. ഉടച്ച ശേഷം തേങ്ങയുടെ അരപ്പ് ചേർത്ത് അതിൻ്റെ പച്ചച്ചുവ നന്നായിട്ട് മാറ്റിയെടുക്കുക. തേങ്ങയുടെ പച്ചച്ചുവ മാറിയ ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടുകൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയം അതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എരിശ്ശേരിയും കൂട്ടുകറിയും രണ്ടും രണ്ടാണ് കേട്ടോ. ചേരുവകളിലെ ചില സമാനതകൾ ഉള്ളത് കാരണം പലർക്കും ഈ ഒരു തെറ്റിദ്ധാരണയുള്ളതായി കാണാറുണ്ട്. രുചിയിൽ തന്നെ അജഗജാന്തര വ്യത്യാസമാണ് എരിശ്ശേരിയും കൂട്ടുകറിയും തമ്മിലുള്ളത്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ സദ്യ സ്പെഷ്യൽ വറുത്തെരിശ്ശേരി ഇവിടെ റെഡിയാണ്. വിഷുവിനും തിരുവോണത്തിനും കല്യാണ സദ്യയിലും തിളങ്ങുന്ന ഒരു താരം തന്നെയാണ് വറുത്തെരിശ്ശേരി. ഈ തിരുവോണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.